press the bell icon on the YouTube app and never miss another update. ഹായ് മൂവി മാൻ വ്യൂവേഴ്സ്, എൻ്റെ പേര് പാർവതി തിരുവോത്ത്. ഉയരെ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ ഉള്ളത്. ദാറ്റ്സ് നോട്ട് ദ പോയിന്റ് ഞാനായി മാറാനാണെങ്കിൽ ഞാൻ അഭിനയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ആ ആക്ടേഴ്സിന് പക്ഷെ അവിടെ എന്താ കാര്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആക്ടേഴ്സിൻ്റെ ജോലി ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ട് അത് കാണാപ്പാടം പഠിച്ച് തത്ത പറയുന്ന പോലെ പറയുക എന്നുള്ളതല്ല. അത് പാർവതി എല്ലാ കരയുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ കാണുന്നത് വിശ്വസിച്ച് കരയുകയാണ്. അത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ കരച്ചിൽ വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ കരയുന്നതെങ്കിൽ ആർക്കും അത് ഫീൽ ആവില്ല. ഞാനത് ഫീൽ ആവണമെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം. അതിജീവനം അതല്ലേ ഒരേ ഒരു മാർഗം, ജീവനമാർഗം അതിജീവനമാണ് എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും അസുഖം വരും. എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ ഹേറ്റ്രഡ് എന്നുള്ള വാക്കൊക്കെ ഭയങ്കര ഹെവിയാണ്. അതൊക്കെ വല്ല പോയിസൺ കുടിക്കുന്ന പോലെയാണ്. എനിക്ക് ഒരാളോട് ഇങ്ങനെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അന്ന് തലവേദനയും പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പനിയും എല്ലാം വരും. അത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മെൻറ്റാലിറ്റിയാണ്. അത് ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനി വേണ്ട എന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു. അത് അത്രേ നടന്നിട്ടുള്ളൂ. ഒരു പുതിയൊരു കഥാപാത്രമായി വരികയാണ് ഉയരയിലെ പല്ലവിയായി. എങ്ങനെയുണ്ട് പല്ലവി? ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. അവൾക്ക് ലൈഫിൽ നിന്ന് എന്താ വേണ്ടത്, എന്താവണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയുള്ളൊരു കുട്ടിയാണ്. എന്നിരുന്നാൽ തന്നെ ചില സമയത്ത് അങ്ങനെ പോകുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മറ്റുള്ളവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അവർ എത്ര വലുതാവണം വലുതാവണ്ട എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ചില ചെയ്തികൾ അവരിൽ അങ്ങനത്തെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ അതിജീവിക്കും എന്നതിലാണ് പിന്നെ അവരുടെ ശക്തി ഉള്ളത്. സോ പല്ലവി എന്നെ സംബന്ധിച്ചുള്ള ഉയരെ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിജീവനം എന്നുള്ള ഇതിനുമായിട്ടുള്ള സിനോണിമായിട്ടുള്ള വാക്കാണ് ഇപ്പം എനിക്ക് പല്ലവി എന്ന് പറയുമ്പോൾ. ഇതൊരു അതിജീവനത്തിന്റെ കഥയാണ് ഉയരെ എന്ന് പറയുന്നത്. ആക്സിഡ് ആക്രമണത്തിൽ നിന്നും അതിജീവിക്കുന്ന ഒരു സർവൈവൽ സ്റ്റോറി എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ളൊരു കഥ. അപ്പം എത്രത്തോളം ഇങ്ങനെയുള്ള പ്രശ്നം നേരിടുന്നവർക്ക് എത്രത്തോളം പ്രചോദനമാകും ഈ കഥയിൽ? ഞാൻ എപ്പോഴും അതിനെ ഞാനൊന്ന് തിരുത്തിയിട്ട് ഐ ചേഞ്ച് ഇറ്റ് അറൗണ്ട്. അതായത് നമ്മൾ ഈ സിനിമ ചെയ്തുകൊണ്ട് അവർക്ക് ഇൻസ്പിറേഷൻ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത് വളരെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരോട്. കാര്യം അവരനുഭവിച്ചതിൻ്റെ ഒരു 1% പോലും നമ്മൾക്ക് ചിന്തിച്ചോ ഊഹിച്ചോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇൻസ്പയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്റ്റ് അവർ നമ്മളെയാണ് ഇൻസ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിനിമ കാണുന്നിടത്തോളം കാണുന്ന എല്ലാ ആൾക്കാരും ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അത് നമ്മൾ അറിയാതെ പോകുന്നതും നമ്മുടെ ഒരു ഭാഗ്യമെന്ന് കരുതാവുന്നൊരു കാര്യമാണ് ഇങ്ങനൊരു സംഭവം നമുക്ക് നടക്കാതിരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ പ്രസൻസ് നമ്മുടെ സമൂഹത്തിൽ അതിനെ മാർജിനലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് മിനിമം നമുക്ക് ചെയ്യാവുന്ന കാര്യം. അവരെ ബഹുമാനിക്കുക എന്നുള്ളത്. ഷീറോസ് എന്ന് പറഞ്ഞ കാഫേ ആണെങ്കിലും ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് ആയിട്ടുള്ള പലരും പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാഹ്യ സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സ്ത്രീ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി മാറുക എന്നുള്ളൊരു പതിവ് ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ പറയുക ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയാണ്, പല സ്ഥലങ്ങളിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സൗന്ദര്യം എന്നുമായിട്ടും അതുമായിട്ടുള്ള ഉപമിക്കുന്ന ചില കവിതകളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. എവറിത്തിങ് ഈസ് വെരി സോഫ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ആ സൗന്ദര്യം മാറിയിട്ട് ഒരു റഫായിട്ടുള്ള എക്സ്റ്റീരിയറായി മാറുമ്പോൾ നമ്മളപ്പോൾ ആ വ്യക്തിയെ കാണാൻ കുറച്ചും കൂടെ ശ്രമിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ ബാഹ്യ സൗന്ദര്യത്തിനേക്കാളും കൂടുതൽ അതായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ എങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ആരാണ്, വ്യക്തി എന്ന നിലയിൽ അവരാരാണ് എന്ന് മനസ്സിലാക്കാനല്ലേ. അപ്പം ഇതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതും അതാണ്. അതായത് പല്ലവിയിലൂടെ വാട്ട് യു വിൽ സീ ഈസ് ദാറ്റ് ഇങ്ങനത്തെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യമുണ്ടോ സൗന്ദര്യമില്ലേ, സൗന്ദര്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് മാറ്റി നിർത്താൻ കഴിയണം നമുക്കൊരു സമൂഹം എന്നുള്ള നിലയിൽ. വ്യക്തിപരമായിട്ടും ഇപ്പം എനിക്ക് ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ തൊലി, ഇതാണ് ഇത്രയും വെളുപ്പാണ് ഇത്രയും കറുപ്പാണ് എന്നെനിക്കറിയാം. പക്ഷെ അതും എൻ്റെ കഴിവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിലുള്ള നന്മയും തിന്മയും ആയിട്ട് എൻ്റെ ബാഹ്യ സൗന്ദര്യത്തിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ആ ഒരു സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ചിന്താഗതി മാറ്റിയെടുക്കാനും
അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച് തുടങ്ങാനും ഉയരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ പാർവതി ചെയ്യുന്നു എന്ന് മുമ്പ് വായിച്ചിട്ടുണ്ട്. അതായത് ആ കഥാപാത്രം എങ്ങനെയൊക്കെ ചിന്തിക്കും, എന്തൊക്കെ സംസാരിക്കും, എങ്ങനെയൊക്കെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാമെന്നൊക്കെ ഇതാകും. ഈ ചിത്രത്തിലും അങ്ങനെ ഒരു പഠനം നടത്തി എന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. പിന്നെ എനിക്കെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ, അതാണ്. അതായത് എല്ലാ നടീനടന്മാർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട് റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനും. ചിലവർക്ക് ഡയറക്ടർ അപ്പോൾ പറഞ്ഞു തരുന്ന സാധനം മാത്രം മതി. അത് ചിലപ്പോൾ ഞാനും അത്തരത്തിലുള്ളൊരു നടിയാവാം. ചില സിനിമകൾ ഞാൻ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ഉണ്ടാവും. അവരുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞ് ആക്ടിങ് സ്പേസിലേക്ക് പോകുമ്പം ഒരു പക്ഷെ ഞാൻ ഈ ചെയ്ത റിസർച്ചിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല. അതിനുള്ള അവകാശം, സമയവും സ്പേസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിശ്വസിച്ചെടുത്ത് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. നമ്മൾ ആ ക്യാമറയുടെ മുമ്പിൽ പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കണം നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ റൈറ്ററുമായിട്ട് സംസാരിച്ച ആ വിഷയങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും ആ അഭിനയത്തിൽ എന്നുള്ളത്. സോ എനിക്കതൊരു സ്പെഷ്യലായിട്ട് തോന്നാറില്ല ഈ കാര്യം. അതായത് എന്നോട് പലവരും ചോദിക്കും, ഇവരെ പോയി കണ്ടിരുന്നോ, റിസർച്ച് ചെയ്തിരുന്നോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഒബ്വിയസ്ലി അത് വളരെ ഒരു ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം വേറെ കാര്യങ്ങൾ ചോദിക്കുന്ന പോലെയല്ല, അവരോട് ഇത്തരം ഡീറ്റെയിൽസ് പിന്നെയും അവരെ വേദനിപ്പിക്കുന്ന അവരുടെ ഒരു മെമ്മറീസ് പിന്നെയും ഉണർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ വളരെ ക്രിമിനലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസം അവർക്ക് എൻ്റെ മേത്ത് വേണം. ഞാൻ അവരെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കഷ്ടപ്പാട് സത്യസന്ധതയോടെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും വേറെ പലവരോടും പറയാത്ത ഉത്തരങ്ങൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ മേത്ത് കാണിച്ച വിശ്വാസത്തിന് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ റിസർച്ചിൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണെന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു നോർമൽ സ്റ്റേറ്റ് ഓഫ് കാര്യങ്ങളാണ്. അത് ഏത് ജോലിയിലും ഏതാളും ചെയ്യുന്ന റിസർച്ച് പോലെ ഞാനത് കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് നിർത്തില്ലല്ലോ. അതായത് പുതിയ കാര്യങ്ങൾ വരുമ്പം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും, പുതിയ പുസ്തകങ്ങൾ വായിക്കും, കോൺഫറൻസിന് പോവും എന്നൊക്കെ പറയുന്ന പോലെ ഒരു നടി എന്ന നിലയിൽ ഞാൻ പുതിയ സിനിമകൾ കാണുന്നതും പുതിയ റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നതും കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തുന്നതും അത് എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു അഭിനേത്രി എന്ന നിലയിൽ നമ്മുടെ എത്തിക്സുമായി ഒരു ബന്ധപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ. എന്റെ മുന്നിൽ കുറെ കഥാപാത്രങ്ങൾ വരുന്നു, എന്റെ എത്തിക്സിന് പറ്റുന്ന രീതി. ചിലപ്പോൾ ആ കഥാപാത്രം നന്നായിരിക്കാം, ആ കഥാപാത്രം സഞ്ചരിക്കുന്ന വഴികൾ ചിലപ്പം ഇപ്പൊ ഞാൻ എന്ന എന്റെ എത്തിക്സിന് ചേരാത്തയാണെങ്കിൽ അതിനെ എങ്ങനെ നോക്കി കാണും? ഒരു കഥാപാത്രം ഏറ്റെടുക്കുന്ന സമയത്ത് അത് ഞാൻ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവൾ വിശ്വസിക്കണമെന്ന് എനിക്ക് പിടിവാശിയൊന്നുമില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. ഞാനായി മാറാനാണെങ്കിൽ ഞാൻ അഭിനയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു വേറെ വ്യക്തി ചെയ്യുമ്പം ഞാൻ ഉടനടി അവരെ ജഡ്ജ് ചെയ്യും. അയാൾ എന്താ അങ്ങനെ പെരുമാറിയത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന് അയാൾക്ക് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതിനോട് ഞാൻ എംപതൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അയാൾ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒരു പക്ഷേ അയാളെ തിരുത്താനോ അല്ലെങ്കിൽ അതിലൂടെ ഞാൻ തിരുത്തപ്പെടുകയോ നടക്കും. ഈ ട്രാൻസാക്ഷനില്ലേ, ഈ ഒരു സംഭവം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നേരിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ ഞാനൊരു കഥാപാത്രവുമായിട്ട് ആ കോൺവെർസേഷനിൽ നടക്കുന്നത്. ഇപ്പം ഞാൻ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. പക്ഷെ അവർ കടന്നു പോയിട്ടുള്ള അതേ വഴികളിലൂടെ അതേ എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അത് തന്നെ ചെയ്തേനെ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സോ അതുകൊണ്ട് തന്നെ ഈ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ തെറ്റായിട്ടുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ആ കഥാപാത്രം എനിക്ക് കിട്ടി, അത് ഞാൻ ചെയ്യണം. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല, ആ ക്യാരക്ടർ ചെയ്യുന്നതിൽ വിശ്വാസമില്ല. അവിടെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്ടർ ആ ചെയ്യുന്ന ചെയ്തിയെ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതിലാണ്. ഇപ്പം തെറ്റായ ഒരു കാര്യം ചെയ്തു, ഇപ്പോൾ ഒരാളെ അടിക്കുകയാണ്, അത് ഞാൻ വിശ്വസിക്കാത്ത കാര്യമാണ്. ആ വയലൻസ് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ആ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അടിച്ച ഈ വ്യക്തിയെ നല്ല വ്യക്തിയായിട്ടാണോ കാണിക്കുന്നത്, അത് അയാൾക്ക് കുറ്റബോധം വരുന്നുണ്ടോ എന്നാണോ കാണിക്കുന്നത്? അയാൾക്ക് കുറ്റബോധം വന്നില്ലെങ്കിലും ഈ ചെയ്ത കാര്യം തെറ്റാണ് എന്നാലും എന്നുള്ള ഒരു പ്രതീതിയാണോ നമുക്ക് കിട്ടുന്നത് ആ സിനിമയിൽ നിന്ന് എന്നുള്ളത് ഫുള്ളി ഡയറക്ടറും റൈറ്ററിൻ്റെയും കയ്യിലുള്ള കാര്യമാണ്. സോ ക്യാരക്ടർ ക്യാൻ ബി എനിത്തിങ്, ഗുഡ്, ബാഡ്, അഗ്ലി. പക്ഷെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ
ഒരു ഗുട്ടൻസിലിരിക്കും കാര്യങ്ങൾ. അപ്പം എനിക്ക് ഞാൻ അതിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ഏത് ലൈറ്റിലാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രം ഏത് ലൈറ്റിലാണ് ആ സന്ദർഭത്തിൽ വന്നു ചേരുക എന്നതിലാണല്ലോ സംഗതി. അത് യഥാർത്ഥത്തിൽ ഒരു ആക്ടറിന് തിരുത്താൻ കഴിയുന്ന സംഗതി തന്നെയാണോ? ആക്ടറിന് തിരുത്തുക എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്, അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക്. ഇപ്പോൾ എനിക്ക് ഒരു ക്യാരക്ടർ തരുമ്പം എനിക്ക് ആ ക്യാരക്ടർ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ റൈറ്റേഴ്സിനോ ഡയറക്ടേഴ്സിനോ അത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യവും ഇത് മനസ്സിലാക്കണം എന്ന് എനിക്ക് ചോദിക്കുന്നത് എൻ്റെ അവകാശവുമാണ്. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സിന് പക്ഷെ അവിടെ എന്താ കാര്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആക്ടേഴ്സിൻ്റെ ജോലി ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ട് അത് കാണാപ്പാടം പഠിച്ച് തത്ത പറയുന്ന പോലെ പറയുക എന്നുള്ളതല്ല. ആക്ടറിൻ്റെ ജോലി റൈറ്റർ എഴുതി വെച്ചിട്ടുള്ള പേപ്പറിലുള്ള കാര്യം ഡയറക്ടർ ഇൻ്റർപ്രറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന കാര്യത്തിനെ ജീവിക്കുക എന്നുള്ളതാണ്, അതിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ പാർവതിയാണ് അതിൽ പല്ലവിയായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മളൊക്കെ ഇൻ്റലിജൻ്റ് അല്ലേ, സ്മാർട്ട് അല്ലേ. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കരയുന്നൊരു സീൻ വന്നിരിക്കുകയാണെങ്കിൽ പലരും തിയേറ്ററിൽ നിന്ന് കരയുന്നുണ്ട്. അത് പാർവതി അല്ല കരയുന്നത് നമുക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ കാണുന്നത് വിശ്വസിച്ച് കരയുകയാണ്. അത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ കരച്ചിൽ വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ കരയുന്നതെങ്കിൽ ആർക്കും അത് ഫീൽ ആവില്ല. ഞാനത് ഫീൽ ആവണമെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം. വിച്ച് ഇസ് നോട്ട് തിരുത്തൽ, വിച്ച് ഇസ് ആക്ച്വലി ഒരു എക്സ്കവേഷൻ പോലെയാണ്. റൈറ്റർ ഒരു സംഭവം എഴുതി, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഇതെന്തുകൊണ്ടിങ്ങനെ അപ്പോൾ ഇതാണല്ലേ, ഇതാവാൻ സാധ്യത ഉണ്ടോ, അല്ല ഇതാവാൻ സാധ്യത. ഈ ഒരു ഡിസ്കഷനിലാണ് സിനിമ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ. നോട്ട്ബുക്കിൽ നിന്നായിരുന്നല്ലോ തുടക്കം. നോട്ട്ബുക്കിന്റെ തിരക്കഥാകൃത്തുകൾ തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എടുക്കുന്നത്. മുമ്പ് പറയുകയും ചെയ്തിരുന്നു അവര് ഒരു തുല്യ സ്ഥാനത്ത് കാണുന്ന ആളുകളാണെന്ന് ഓഡിയോ ലോഞ്ചിന് വീഡിയോയിലൊന്നും പറഞ്ഞിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്, വീണ്ടും അവരുമായി വർക്ക് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എപ്പോഴും അങ്ങനെ ഒരു ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ ഒരു പ്രസൻസ് ലൈഫിൽ ഉണ്ടാവുന്നത് എപ്പോഴും നമുക്കൊരു സേഫ് സ്പേസ് ആണ്. അതായത് വേറൊന്നുമല്ല, അത് കരിയറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ കലയിൽ നിന്ന് ഞാൻ ദൂരെ പോവില്ല എന്നുള്ളത് എൻഷുവർ ചെയ്യുന്ന കുറേ ആൾക്കാരെൻ്റെ ജീവിതത്തിലുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് ബോബി സഞ്ജയ് എന്ന് പറഞ്ഞ ആൾക്കാരും വേറെ പല ആൾക്കാരും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നതും ഫിലിം മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിനോട് അതിഭീകരമായിട്ടുള്ള റെസ്പെക്റ്റും ബഹുമാനം കൊടുക്കുന്ന ആൾക്കാരുമാണ് എൻ്റെ ചുറ്റുമുള്ളത്. അപ്പം അവരുടെ കൂടെയാണ് ഞാൻ ഈ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് ബോബി സഞ്ജയ് സർ എപ്പോഴും ഈ 12 വർഷം ഒരു കോൺസ്റ്റന്റ് പ്രസൻസ് ആയിരുന്നു ലൈഫിൽ. ഇപ്പം ഞാൻ വേറെ ഏത് സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർ എഴുതുന്ന സിനിമേൻ്റെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുക. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു പോലെ തന്നെയായിരുന്നു. ആരോടെങ്കിലും പിണങ്ങി കഴിഞ്ഞ അന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ലെന്ന് അടുത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു. ആ പാർവതി തന്നെയാണ് യഥാർത്ഥത്തില് ഇവിടുത്തെ താരാധിപത്യത്തിനെതിരെ തുറന്ന് സംസാരിച്ചത്. അവിടുത്തെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയെ കുറിച്ച് തുറന്ന് സംസാരിച്ചത്. എങ്ങനെ നോക്കി കാണുന്നു ഈ പിന്നീട് സൈബർ ആക്രമണവും അങ്ങനെ കുറെ സംഗതികൾ നേരിടേണ്ടി വന്നിരുന്നു. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? അതിജീവനം അതല്ലേ ഒരേ ഒരു മാർഗം, ജീവനമാർഗം അതിജീവനമാണ് എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല ഒരാളുമായിട്ട് അടികൂടിയാലെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതെന്നെ ഫിസിക്കലി എനിക്ക് ശരിക്കും അസുഖം വരും. എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ ഹേറ്റ്രഡ് എന്നുള്ള വാക്കൊക്കെ ഭയങ്കര ഹെവിയാണ്. അതൊക്കെ വല്ല പോയിസൺ കുടിക്കുന്ന പോലെയാണ്. എനിക്ക് ഒരാളോട് ഇങ്ങനെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അന്ന് തലവേദനയും പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പനിയും എല്ലാം വരും. പക്ഷെ ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആകെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, എന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി എന്നെ ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറേയും കൂടെ ആക്സെപ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും ഇങ്ങനെ ആവാൻ അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, മാറാനും അല്ലെങ്കിൽ അവരുടെ തെറ്റ് തിരുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അത് ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും, അവരെൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ അസേർട്ടീവാണ്. ഞാൻ ഉള്ള കാര്യം സത്യം പോലെ പറയാൻ എനിക്ക് 31 വർഷം എടുക്കേണ്ടി വന്നു അത് പഠിക്കാൻ. കാര്യം ഒരു പെൺകുട്ടി എന്ന നിലയിൽ വളർന്നു വരുമ്പോഴും ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണെന്നായിരുന്നു എന്നോട് എനിക്ക് തിരിച്ച് ആ ചോദ്യം മാത്രമേ ഒരു ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ. അതായത് എന്തുകൊണ്ട് കിട്ടുന്നില്ല. അതായത് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് സ്പേസ് വേണമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്പേസിൽ നിന്ന് തരാനല്ല പറയുന്നത്. എനിക്കുള്ള സ്പേസ്, എനിക്ക് അവകാശപൂർവ്വം എനിക്ക് ചോദിക്കാവുന്ന സ്പേസ് എനിക്ക് തരൂ എന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണ്, ഞാൻ എടുക്കുകയാണ് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് അനാവശ്യമാണ്, അതിൻ്റെ ആവശ്യമില്ലാന്ന്. അതായത് ഒരു വ്യക്തിയുടെ, എൻ്റെ ദേഹവും എൻ്റെ മനസ്സിനെ പറ്റിയിട്ട് വേറൊരാൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മെൻറ്റാലിറ്റിയാണ്. അത് ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനി വേണ്ട എന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു. അത് അത്രേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അത് ചില കാര്യങ്ങളുമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ കഷ്ടപ്പാടിൻ്റെ പ്രൈസിലായിരിക്കരുത് മറ്റുള്ളവരുടെ കംഫർട്ട് എന്നുള്ളതാണല്ലോ, അതൊരു ബേസിക് ഹ്യൂമാനിറ്റിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു വിമർശനം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി യഥാർത്ഥത്തിൽ സുഡാനി ഫ്രം നൈജീരിയ ഇങ്ങനെ തുടങ്ങി ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അക്ലൈംഡ് ആയിട്ടുള്ള കുറെ സബ്ജക്ട് പ്രസന്റ് ചെയ്യുന്നു. ആ പ്രസന്റേഷൻ ഇവിടുത്തെ നാഷണൽ അവാർഡ് ജൂറിയെ പോലും പരാമർശിക്കുന്നു, അവർ മെൻഷൻ ചെയ്യുന്നു, മലയാള സിനിമയെ എടുത്തു പറയുന്നു. മലയാള സിനിമ ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ആ സമയത്താണ് പാർവതി എന്ന് പറയുന്ന നടി മലയാള സിനിമയുടെ മറ്റൊരു വശത്തെ കുറിച്ച് ഇന്റർനാഷണൽ മീഡിയയിൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. ആ വശം എന്നുള്ളത് മലയാള സിനിമയുടെ ഇവിടുത്തെ താരാധിപത്യത്തെയും ഇവിടുത്തെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെയും ഒക്കെ പറയുന്നു. അപ്പം അന്ന് വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇൻഡസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമകൾ. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇറാൻ ഫിലിംസും മറ്റുള്ള ഫിലിംസ് ഒക്കെ ചർച്ച ചെയ്യുകയും നെഞ്ചിലേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഇന്ന് ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ടൈമിൽ പാർവതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു നെഗറ്റീവ് തിങ്സ് ആണ് എന്ന രീതിയിൽ പരാമർശം വന്നിരുന്നു. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? മലയാള സിനിമയെ ഒരിക്കൽ പോലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള സിനിമകൾ, അതിൻ്റെ ലെഗസിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഏത് വേറെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ മലയാളം ഇൻഡസ്ട്രിയിലാണെന്ന് പറയുമ്പം അവരുടെ കണ്ണുകളിൽ അവർക്ക് മലയാളം സിനിമയോടുള്ള ബഹുമാനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററി തന്നെയാണ്. എൻ്റെ ഏറ്റവും ആദ്യമുള്ള എൻ്റെ പാഠപുസ്തകം എന്ന് പറയുന്നത് മലയാളം സിനിമ തന്നെ ആയിരിക്കും എപ്പോഴും. അതെൻ്റെ മാതൃഭാഷയും ഞാനെന്ന് പറയുന്നത് ഞാൻ മലയാളിയാണ് എന്നുള്ളതിൻ്റെ എല്ലാ ഒരു ബോധവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ തെറ്റായി നടക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള അവകാശം മാത്രമല്ല, അതെൻ്റെ കർത്തവ്യം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ ഒരു ആസ്പെക്റ്റ് മിസ്സായി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് ഒരേ സമയത്ത് നമ്മുടെ കണ്ടൻറ്റും ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ ഒന്നടങ്കം എല്ലാവരും കൂടെ ചെയ്യുന്നുമുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ. അറ്റ് ദ സെയിം ടൈം മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഇതിനേക്കാളും അപ്പുറം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവർ മിണ്ടുന്നില്ല ഇതിനെ പറ്റിയിട്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ആരും അറിയാതെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ടും വേദനയും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ കാരണം വേറൊരാളെ ഇനി വേദനിക്കേണ്ട, അതിനെപ്പറ്റി നമുക്കൊന്നിരുന്ന് സംസാരിക്കാൻ പോയി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വയം തിരുത്തുക, നല്ലതിന് വേണ്ടി തിരുത്തുക എന്നുള്ള ഇത് ക്വാളിറ്റിയാണ്, അതൊരു തെറ്റല്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മലയാള സിനിമയെ പറ്റി, മലയാളം സിനിമയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ പ്രശ്നമല്ല, മലയാള സിനിമയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അന്യോന്യം നമ്മൾ ആക്ഷൻസിനെ അക്കൗണ്ടബിളായിട്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ വുഡൻറ്റ് ഹാവ് ഇറ്റ് എനി അതർ വേ. എനിക്ക് വേറെ ഏത് ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ എനിക്ക് ഭയമാണ്. കാര്യം അവിടെ ഞാൻ ചിലപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ടു മീ. ഇവിടെ ഞാൻ സേഫാണ്. ഇവിടെ സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ ഇരുന്ന് സംസാരിക്കാനോ കേൾക്കാനെങ്കിലും കുറച്ച് തയ്യാറാവും. ആ ശരി, തെറ്റാണോ, ആ ശരി, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ആ മെൻറ്റാലിറ്റി എങ്കിലും ഇവിടെയുണ്ട്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് അതില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം സിനിമ ഇപ്പോൾ പൊളി സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഇത് എനിക്കുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണ്ടത്തെ ഇപ്പോഴും ഉള്ള കാര്യം തന്നെയാണ്, അയ്യോ ആൾക്കാരെന്ത് പറയും എന്നുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, അത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അനാവശ്യമാണ്. കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ തന്നെ ഒരു ലെഗസിയും നമ്മുടെ തന്നെ ഒരു വലിയൊരു ഇംപ്രഷൻ ലോകത്തുണ്ട്. മലയാള സിനിമയ്ക്ക് കോണ്ടന്റ്, അതായത് നമ്മുടെ കഥകൾ ഇത്രയും നന്നാവുമെങ്കിൽ, അതായത് സുഡാനി ഫ്രം നൈജീരിയയിലെ കഥ എന്താണ്,
ആ സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു കഥ നമ്മുടെ സിനിമയിൽ വരുമെങ്കിൽ അത് നമുക്ക് അന്യോന്യം കാണിച്ചുകൂടെ റിയൽ ലൈഫിൽ എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. സോ വളരെ സിമ്പിളാണ് ജാവ. യെസ്, ഞാൻ ഇരിക്കൂല വീട്ടിൽ. നീ ചോദിക്കും, ഞാനിപ്പോ മാറ്റാട്ടോ. വീട്ടില് കുട്ടിയാക്കിയ ഒരു ക്യാരക്ടറാണ്. യഥാർത്ഥത്തിൽ ആ കഥാപാത്രം എത്രത്തോളം മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തിൽ സഹായകരമായി? ഈ ചോദ്യം വെക്കണോ മോനെ? കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് പാർവതി എന്ന് പറഞ്ഞ വ്യക്തി ഇറെലവൻ്റ് ആണ്. പാർവതി എന്ന് പറഞ്ഞ വ്യക്തി നല്ല കുട്ടിയാണോ മോശം കുട്ടിയാണോ എന്നുള്ളത് ആരും അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുക എന്നുള്ള ഒരു കരാറ് മാത്രമേ ഞാനും ഓഡിയൻസും തമ്മിലുള്ളൂ. ഞാൻ നല്ലോണം അഭിനയിക്കണം. കാശ് കൊടുത്ത് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈഡ് ആയിട്ട് ഞാൻ ആ കഥാപാത്രം നല്ലോണം അഭിനയിക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം. അത് നമ്മൾ ഓണർ ചെയ്താൽ മതി. അതിലപ്പുറം ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ വീട്ടിലുള്ള അതേപോലത്തെ അങ്ങനത്തെ കുട്ടിയാണോ അതോ ഭയങ്കര ബോൾഡ്, അത് അങ്ങനത്തെ കാറ്റഗറീസിലൊക്കെ ഇട്ട് മനസ്സിലാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്ക് എന്താണ് നേടാനുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഫോക്കസ് ഓൺ ദാറ്റ് വൺ തിങ് വാട്ട് ഈസ്. അപ്പം അവിടെയും പിന്നെയും ബഹുമാനമുള്ളത്. ഇപ്പം എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നത് എന്ത് തമാശയായിരിക്കും അത്. അതുപോലെ തന്നെയാണ് എനിക്ക് തമാശയായിട്ട് തോന്നുന്നത് ദാറ്റ് പാർവതി എന്ന് പറഞ്ഞ വ്യക്തിയെ ഡിഫൈൻ ചെയ്യാൻ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ ശ്രമിക്കുന്നത് ഇറ്റ്സ് റോങ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. കാര്യം ഞാൻ കാഞ്ചനമാലയല്ല, ഞാൻ ടെസ്സയല്ല, ഞാൻ സമീറയോ അല്ല, ഞാൻ ഉയരയിലെ പല്ലവിയോ അല്ല, ഞാൻ പാർവതി തന്നെയാണ്. പക്ഷേ നമ്മളിൽ എല്ലാവരിലും കോമൺ ആയിട്ടുള്ള ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അതാണ് ഈ ചില ക്വാളിറ്റീസ്. അതായത് ഈ സ്നേഹിക്കുക, ക്ഷമിക്കുക, ദേഷ്യം പിടിക്കുക, അത് വിട്ടുകളയുക, സുഹൃത്തുക്കളാവുക, ഇത്തരം ക്വാളിറ്റീസിനെ പറ്റിയിട്ട് ചിന്തിക്കാനും അത് അനുഭവിക്കാനുമാണ് നമ്മൾ സിനിമയിലൊക്കെ പോകുമ്പോൾ 2.5 മണിക്കൂർ നമ്മൾ ഫീൽ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത്. സോ ഐ ഡോണ്ട് നോ, കാഞ്ചനമാലയോടുള്ള സ്നേഹം എല്ലാവരും എന്നോട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് എന്നെ അവർക്ക് അറിയില്ലല്ലോ. കാഞ്ചനമാലയുടെ വിഷമം കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞ് എന്നോട് എത്രയോ ആൾക്കാർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിലൊക്കെ ഉമ്മ വെച്ചിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ പറ്റാതെ. എൻ്റെ സ്വന്തം അമ്മായി പോലും സിനിമ കാണുമ്പോൾ അവർക്ക് അറിയാലോ ഞാൻ പാർവതിയാണ്, കാഞ്ചനമാല അല്ല എന്ന്. അയ്യോ അതെന്താണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർ ഇരുന്ന് കരയാണ് തിയേറ്ററിൽ. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് വാട്ട് വി സീ ഓൺ സ്ക്രീൻ. അങ്ങനെ ഒരു രീതിയിലുള്ള ഭ്രമവും എനിക്കില്ല ദാറ്റ് ഞാനാണ് ഫേവറേറ്റ് ആവുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഞാനാണോ ഫേവറേറ്റ് ആവുന്നത് അല്ലെന്നുള്ളത് ചിലപ്പം ഞാനുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഞാൻ ഏത് രീതിയിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൊയ്തീന്റെ ടൈമിൽ കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ടോറിയൽ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞു. നൈറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ അദ്ദേഹം ലൂസിഫർ എന്നൊരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുകയായിരുന്നു. ആ ചിത്രം കണ്ടോ? ചിത്രം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ തന്നെ ചിത്രങ്ങൾ കുറെ ആയിട്ട് കണ്ടിട്ടില്ല. അതായത് എനിക്ക് ഈ വർക്കിൻ്റെ ബാക്ക് ടു ബാക്ക് വർക്കായിരുന്നു. ഇപ്പോൾ ഉയരെ കഴിഞ്ഞ് വൈറസും വർത്തമാനത്തിൻ്റെയും വർക്ക് നടക്കുന്നതുകൊണ്ട് സത്യമായി തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ ഇരുന്ന് പ്രോപ്പറായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഐ വിൽ ബി വാച്ചിങ് ലോട്ട് ഓഫ് ഫിലിംസ്. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള കുറേ ഫിലിംസിൽ ആകെ എനിക്ക് ഒരു ലക്ക് കിട്ടിയത് കുമ്പളങ്ങി നൈറ്റ്സ് കാണാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ ഐ ഹാവ് ഇൻ വാച്ച്ഡ് ലൂസിഫർ. പക്ഷേ പൃഥ്വി വാസ് ഓൾവേസ് എ ഡയറക്ടർ. എൻ്റെ മനസ്സിൽ പൃഥ്വിക്ക് ഉള്ള ടാലൻ്റ് എന്ന് പറയുന്നത് അത് ഒരു മൾട്ടി ഫങ്ഷണൽ സ്പേസ് ആണ്. അത് എത്ര പൃഥ്വിരാജുണ്ട് പൃഥ്വിരാജിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. അതിനുള്ള കഴിവ് ഹി ഹാസ് ദാറ്റ് ആൻഡ് ഹീസ് പുട്ട് ഇറ്റ് ടു ഗുഡ് യൂസ്. ഇപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് പൃഥ്വിൻ്റെ ആ സ്റ്റൈലും മേക്കിങ്ങും ടെക്നിക്കൽ ബ്രില്യൻസിൽ മൂപ്പര് അപാരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വാണ്ട് ടു വാച്ച് ദ ഫിലിം. പക്ഷേ ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഹി വിൽ കീപ് മേക്കിംഗ് ബെസ്റ്റ് ഫിലിംസ് ആസ് വി കം. ആസിഫ് അലിയും ടൊവിനോ തോമസും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ അഭിനയ ശൈലിയിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. ഞാനും വേറെ ലെവലിൽ നിന്ന്. പക്ഷെ ഇവരുമായിട്ട് വളരെ അനായാസമായിട്ടും വളരെ ഈസി ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന 2 ആക്ടേഴ്സ് കോ ആക്ടേഴ്സാണ്. മെയിൻലി ബിക്കോസ് ദേ റെസ്പെക്ട് സ്പേസ്. ഞാൻ വരുന്ന സ്പേസ് എന്താണെന്നുള്ളത് നോക്കിയിട്ടും അതിനേക്കാൾ ഉപരി അവരവരുടെ വർക്ക് എൻജോയ് ചെയ്യുന്നത് കാണാനാണ് അതൊരു സുഖം. കാര്യം അവരെ വേറെ ഒക്കെ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, നമ്മൾ ജോക്ക് അടിക്കും, ചിരിക്കും, ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷനും അത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. അത് അങ്ങനെ ചെയ്യാത്ത ആക്ടേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സിനെ കാണുമ്പോൾ ഐ എം ലൈക്ക് ഞാൻ കറക്റ്റ് സ്പേസിലാണ് ഉള്ളത് എന്നുള്ളൊരു സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്യും.
അത് ആസിഫും ടൊവിനോന്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സീൻസ് അല്ലെങ്കിൽ ഒരുപാട് സമയം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൽ ഈക്വലി രണ്ടുപേരുമായിട്ട് എനിക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് വാസ് വണ്ടർഫുൾ വർക്കിംഗ് വിത്ത്. ഇപ്പൊ ഉയരയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഈ അടുത്ത കാലത്ത് ഒരു സ്കൂൾ കുട്ടിക്ക് സംഭവിച്ചിരുന്നു. അതുമായി അതേപോലത്തെ ഒരു സംഗതി, ആ ഒരു സ്കൂൾ കുട്ടിയുടെ അനുവാദം കടന്നു കയറിയ സംഗതി വായിച്ചിട്ടുണ്ടാവുമല്ലോ. യഥാർത്ഥത്തിൽ ഉയരയുടെ കണ്ടന്റ് എത്രത്തോളം സോഷ്യൽ റെലവന്റ് ആണ്? ഡെഫിനറ്റ്ലി സോഷ്യലി റെലവെന്റ് ആണെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പൊ അടുത്തിവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സോഷ്യലി റെലവെന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളിലും നമ്മൾ കാണുന്നത് ഇപ്പം ഈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സിനെ പറ്റിയിട്ടുള്ള മാത്രമല്ല, ഫിസിക്കൽ ട്രോമ ഒരു വേറൊരാൾക്ക് കൊടുക്കാൻ ഉള്ളത് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കരുത്. നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ സമൂഹമാണെങ്കിലും അത് എളുപ്പമാക്കി കൊടുക്കാൻ പാടില്ല. അത് ചെയ്യും ആൾക്കാർ, പല കാര്യങ്ങളും പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യും. പക്ഷെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഇതിൻ്റെ സർവൈവേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓവർ ദ കൗണ്ടർ ആസിഡ് വിൽക്കുക എന്നുള്ളത് ഇല്ലീഗലാക്കാൻ, അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കാനായിട്ടുള്ളത്. ഇനി എത്ര പേര് മരിക്കണം, ഇനി എത്ര പേര് ഇത് അനുഭവിക്കണം, ഇതൊരു സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കി ഇതിലെ കാര്യങ്ങൾ മാറ്റാൻ. ഇത് മാറാത്തതിൻ്റെ കാരണം എന്താ, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വേറെ കറപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ. ഇവിടെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇത് എൻ്റെ പ്രശ്നമല്ല എന്നുള്ള ചിന്താഗതിയാണ്. അത് മാറ്റിയെടുക്കാതെ ഐ ഡോണ്ട് തിങ്ക് നമുക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. സോ അതിന് ഇതൊരു മേ ബി ഹോപ്പ്ഫുള്ളി ഒരു റിമൈൻഡർ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.